ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഘ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. കശ്യപഗോത്രത്തിൽ ജനിച്ചവനും മഹാദ്യുതി അങ്ങേയറ്റം ദ്യുതി ശോഭയോടുകൂടിയ ഭാസ്കരനെ സൂര്യനെ ഞാൻ പ്രണമിക്കുന്നു. നവഗ്രഹ സ്തോത്രത്തിൽ ആദ്യത്തെ ശ്ലോകമാണിത്. ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ചാരവശാലുള്ള ആദിത്യൻ്റെ ഇടവരാശിയിലേക്കുള്ള സഞ്ചാരവും അത് മേടം മുതൽ 12 രാശിക്കാരെ എപ്രകാരം ബാധിക്കുന്നു എന്ന ശുഭാശുഭ ഫലങ്ങളുമാണ്. കഴിഞ്ഞ മാസം മേടമാസം സൂര്യൻ ഉച്ചത്തിലായിരുന്നു മേടൻ രാശിയിൽ പ്രവേശിച്ചത്. സൂര്യൻ്റെ ഉച്ചക്ഷേത്രമാണ് മേടം. മേടം 10 ആണ്, 10-ാം ഉദയം അത്യുച്ഛം കഴിഞ്ഞ് ഇതാ സൂര്യൻ മേടം 31-ാം തീയതി ഇടവരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. മേടമാസം 31-ാം തീയതി അർദ്ധരാത്രി, അതായത് 1200 ഇടവമാസം 1-ാം തീയതി, നമ്മൾ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം 2025 മെയ് മാസം 15-ാം തീയതി കാലത്ത് പുലർച്ചെ 12:15 ഇടവരവി സംക്രമം. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് സൂര്യൻ പ്രവേശിക്കുന്നത് ഇടവ മാസത്തിലാണ്, ഇടവൻ രാശിയിലാണ് പ്രവേശിക്കുന്നത്. ഇടവൻ രാശി സൂര്യൻ്റെ ശത്രുക്ഷേത്രമാണ്, അത് ശുക്രക്ഷേത്രമാണ്. സൂര്യൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ശത്രു മന്ദസിതൗ. മന്ദനാരാണ്? ശനിയാണ്. തൻ്റെ സ്വന്തം പുത്രനാണ് ശനി. പിന്നീടോ ശുക്രൻ. ഈ 2 ഗ്രഹങ്ങളുമാണ് പരമമായ ശത്രുക്കൾ ഗ്രഹങ്ങളുടെ മിത്രശത്രു ഭേദങ്ങളിൽ. അതിനാൽ ശത്രുക്ഷേത്രത്തിലാണ് പ്രവേശിച്ചിരിക്കുന്നത്. നമ്മുടെ ചർച്ച ചെയ്യുന്നത് ഓരോ രാശിക്കാർക്കുമുള്ള ശുഭാശുഭ ഫലങ്ങളാണ്. പക്ഷെ ആദ്യമായി ഇടവൻ രാശിയിൽ നിൽക്കുന്ന ശുക്രന് ആശ്രയഫലം പറഞ്ഞിരിക്കുന്നുണ്ട് ഹോരാചാര്യർ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗവി വസ്ത്രസുഗന്ധ പണ്യജീവി വനിതാദ്യുത് കുശലശ്ച ഗേയവാദ്യേ. വസ്ത്രസുഗന്ധ പണ്യജീവി, ഇയാൾ പണ്യജീവി, വാങ്ങിയും വിറ്റും കച്ചവടം ചെയ്ത് കാശുണ്ടാക്കും, ജീവിക്കും. വസ്ത്രസുഗന്ധങ്ങൾ, സുഗന്ധദ്രവ്യങ്ങളും സ്പൈസസുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അപ്രകാരം സുഗന്ധം പരത്തുന്ന വസ്തുക്കൾ, അത് സ്പ്രേയൊക്കെ ആകാം. പിന്നീട് വസ്ത്രം, കമ്പിളിയുടെ കാരകത്വം പറഞ്ഞിട്ടുണ്ട് സൂര്യന്. സൂര്യൻ്റെ തൊഴിൽ വിഭാഗം ചിന്തിക്കുമ്പോൾ, കർമ്മവിഭാഗം ചിന്തിക്കുമ്പോൾ, അതിനാൽ വസ്ത്രവ്യാപാരം സൂര്യനുമായി പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഒരു പൊരുത്തക്കേട് തോന്നാറുണ്ട് അതൊക്കെ. ഇവിടെ വസ്ത്രവും സുഗന്ധദ്രവ്യങ്ങളും വിറ്റ് കാശുണ്ടാക്കും എന്നൊരു ഫലം, ജീവിക്കും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. വനിതാദ്യുത്, സ്ത്രീകളുമായി ദ്വേഷിക്കും, തനിക്ക് സ്ത്രീകളുമായി ശത്രുത വരും. അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ഇടവമാസക്കാലം സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കണം, ശത്രുത വരും. കുശലശ്ച ഗേയവാദ്യേ, അയാൾ സംഗീതാദി കലകളിൽ നിപുണനാകും. ഗേയം മീൻസ് ഗാതും യോഗ്യം ഗേയം, അല്ലേ? പാടുവാൻ യോഗ്യമായതിനെയാണ് ഗേയം എന്ന് പറയുക. എന്താണ് പേയം? പാതും യോഗ്യം പേയം, കുടിക്കുവാൻ യോഗ്യമായതാണ് പേയം അഥവാ പാനീയം എന്ന് പറയുന്നത്. പാനീയം. ഇവിടെ ഗാതും യോഗ്യം, സംഗീതവുമായി ബന്ധപ്പെട്ട യോഗ്യതയുള്ള വിഷയങ്ങൾക്കാണ് ഗേയം എന്ന് പറയുന്നത്. സംഗീതപ്രേമികൾക്ക്, പുതുതായി സംഗീതം പഠിക്കാൻ ആരംഭിക്കുന്നവർക്ക് വളരെ നല്ലതാണ് ഈ ഇടവ മാസം. പ്രത്യേകിച്ച് സൂര്യൻ ശിവനാണ് സംഗീതത്തിൻ്റെ അധിപതി. സാമവേദത്തിൽ മുഴുവനും ശിവനെപ്പറ്റി, സംഗീതത്തെപ്പറ്റി, ശിവൻ്റെ നൃത്തത്തെപ്പറ്റി സ്പർശിച്ചിട്ടുണ്ട്. പാണിനി തൻ്റെ ആധികാരിക വ്യാകരണ ഗ്രന്ഥമായ അഷ്ടാധ്യായി രചിച്ചത് ശിവൻ്റെ നൃത്തവും ആ ഢക്കയിൽ നിന്നും വന്ന 14 മാഹേശ്വര സൂത്രങ്ങളും സ്വപ്നത്തിൽ ദർശിച്ചിട്ടാണ്. നൃത്താവസാനേ നടരാജരാജഹ നനാദ ഢക്കാം നവപഞ്ചവാരം. 14 തവണ ഢക്ക അദ്ദേഹം ഉടുക്ക് കൊട്ടി നൃത്തത്തിൻ്റെ അവസാനത്തിൽ. അതാണ് മാഹേശ്വര സൂത്രമായി ലോകത്തിലെ ഏറ്റവും വലിയ വ്യാകരണ ഗ്രന്ഥമായ അഷ്ടാധ്യായിയായി പാണിനി മഹർഷി രചിച്ചത്. അവിടെ മോട്ടിവേഷൻ, പ്രേരണ, സ്വപ്ന ദർശനമാണ് ശിവനെ. ഈ മാഹേശ്വര സൂത്രങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥമായി മാറിയത്.
14 സൂത്രങ്ങൾ അയുൺ റിലിക് യയോങ് അയ്യൗച്ച് ഹയവരട്ട് ലണ് ഞമങ്ങണനം ജബന്ത് ഘടദഷ് ജപഘടദഷ് കഭ ഛടദവ് കബയി ഷഷസർ ഹല് ഇതാകുന്നു മാഹേശ്വര സൂത്രം. അതിനാൽ സംഗീതപ്രേമികൾക്ക്, സംഗീതം അഭ്യസിക്കുന്നവർക്ക്, വീണ്ടും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഇടവമാസത്തിലെ 30 ദിനങ്ങൾ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ശിവൻ്റെ നക്ഷത്രമായ തിരുവാതിര നക്ഷത്രം ഉപയോഗപ്പെടുത്തുക. വിദ്യക്ക് മാത്രം പറഞ്ഞിട്ടുള്ളൊരു പ്രത്യേക നക്ഷത്രമാകുന്നു തിരുവാതിര. ബാക്കിയൊരു ശുഭകാര്യത്തിനും തിരുവാതിര ആചാര്യർ സ്പർശിച്ചിട്ടില്ല തന്നെ. ഏതായാലും നമുക്ക് മേടമാസം മുതൽ മീനം മാസം വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരമാണ് ഈ സൂര്യൻ ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുക എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഏവർക്കും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് സൂര്യൻ്റെ ഇടവൻ രാശിയിലേക്കുള്ള പ്രവേശനവും ചാരവശാലുള്ള വരവും, ആ വരവ് എപ്രകാരം കന്നി രാശിക്കാർക്ക് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാണ്. ഇവിടെ കന്നി രാശിക്കാർക്ക് സൂര്യൻ 9ാം ഭാവത്തിലേക്കാണ് വന്നു നിൽക്കുന്നത്. 9 എന്ന ഭാവം ശുഭഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം, പാപഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളവും നല്ല ഭാവമാണ്. 9ാം ഭാവം തപസ്ഥാനമാകുന്നു. പക്ഷെ 9ൽ സൂര്യനും ചൊവ്വയും നിൽക്കുമ്പോൾ പലപ്പോഴും ആചാര്യർ പറഞ്ഞ ഫലം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. 9ൽ ചൊവ്വ നിൽക്കുമ്പോൾ ധർമ്മേ ഘവാൻ എന്ന ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ധർമ്മേ 9ാം ഭാവത്തിൽ ധർമ്മസ്ഥാനത്ത് നിൽക്കുമ്പോൾ ആ ഘവാൻ പാപരതിയോട് കൂടിയിരിക്കും ആ വ്യക്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 9ൽ സൂര്യൻ നിൽക്കുമ്പോഴോ ധർമ്മേ സുത അർത്ഥ സുഖഭാഗ്, ഇയാൾ ശ്രുതം ശാസ്ത്രജ്ഞാനവും അർത്ഥ വിഷയവും ധാർമ്മികമായ മതപരമായ വിഷയത്തിലും വ്യാപൃതനാകുമെന്ന നല്ല ഫലത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ദിഗ്രഹ യോഗമുണ്ട്. ഗ്രഹങ്ങൾ പരസ്പരം സൂര്യനും ചൊവ്വയും ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ ഭൗമേന അഘരതം, അയാൾ പാപരതി വളരെയധികം കൂടുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, 9ൽ ചൊവ്വയോ സൂര്യനോ ഉള്ള മിലിറ്ററി ഓഫീസേഴ്സ്, അല്ലെങ്കിൽ പട്ടാളക്കാർ, അല്ലെങ്കിൽ പോലീസ് ഓഫീസേഴ്സ്, അല്ലെങ്കിൽ ബുച്ചേഴ്സ്, ഇറച്ചി വെട്ടുകാർ, അല്ലെങ്കിൽ ക്രൂരമായ കൊലപാതകികൾ, ഇവരൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് 9ൽ ചൊവ്വയുടെയും ആദിത്യൻ്റെയും സ്വാധീനം വളരെയധികം കാണാം. നാം പല സിനിമകളും കാണാറുണ്ട്. വളരെ ക്രൂരമായ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കപ്പെടുമ്പോൾ അവരിലൊക്കെ ആ പാപരതി വളരെയധികം കൂടിയിരിക്കും. അവരിലൊക്കെ തന്നെ 9ൽ സൂര്യൻ അല്ലെങ്കിൽ ചൊവ്വ, അല്ലെങ്കിൽ ഈ സൂര്യനും ചൊവ്വയും ഒന്നിച്ച് നിൽക്കുന്നുണ്ടാകാം. ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇവർ പോലീസാണെങ്കിൽ ഏറ്റവും ക്രൂരനായ സ്വേച്ഛാധിപതിയായിരിക്കും. പലപ്പോഴും നാം ജ്യോതിഷ വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ അത് ഹിറ്റ്ലർ ആയാലും അത് സ്റ്റാലിൻ ആയാലും അവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം ഈ പാപഗ്രഹങ്ങൾ 6, 9, 3 ഭാവങ്ങളിൽ നിൽക്കുന്നത്. അവർ വളരെയധികം പരാക്രമികളായിരിക്കും. അവർ നിർദ്ദയമായിട്ട് തൻ്റെ എതിരാളികളെ നശിപ്പിക്കും. നോ മെഴ്സി അറ്റ് ഓൾ. ഒരിക്കലും അവർക്ക് മെഴ്സി ഉണ്ടാകില്ല. നിങ്ങൾ ഈദി അമീനെ പോലെയുള്ള ക്രൂരനായ ഒരു ഭരണാധികാരിയെ നോക്കുമ്പോഴും, അല്ലെങ്കിൽ മൈക്ക് ടൈസനെ പോലെയുള്ള ഒരു ബോക്സറെ നോക്കുമ്പോഴും എത്ര മൃഗീയമായിട്ടാണ് തൻ്റെ എതിരാളികളെ അവർ ഇടിച്ച് ചമ്മന്തിയാക്കുന്നതെന്ന് നിങ്ങളറിയണം. ആ സത്വബലം, ഇളകാത്ത മനസ്ഥിതി, ചോര കാണുമ്പോഴുള്ള ആർത്തി, ഇതൊക്കെയാണ് 9ൽ ചൊവ്വയും സൂര്യനും ഒക്കെ വരുമ്പോഴുണ്ടാകുന്നത്. ഒരു നല്ല ഡോക്ടർ, സർജനാകണമെങ്കിൽ 3, 6, 9 ഭാവങ്ങളിൽ ചൊവ്വ വേണം. ആ ചൊവ്വയുണ്ടെങ്കിൽ മാത്രമേ അയാൾ ഒരു ശക്തനായ സർജനാകാൻ അയാൾക്ക് കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ചോര കാണുമ്പോൾ ഭയപ്പാട് വരും. ഒരു ഡോക്ടറുടെ ജാതകത്തിൽ 12 അല്ലെങ്കിൽ 8 ഒക്കെ ചൊവ്വയുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് വിറക്കും ചോര കാണുമ്പോൾ. നല്ല സ്പോർട്സ്കാരനാകണമെങ്കിലും ഇതേ ക്വാളിറ്റി വേണം. എതിരാളികളെ ആക്രമിച്ച് ഗോൾ മുഖത്ത് ഗോൾ വർഷിക്കണമെങ്കിൽ അത് ക്രിക്കറ്റായാലും ഫുട്ബോളായാലും വോളിബോളായാലും ചൊവ്വ ബലവാനായിരിക്കണം, സൂര്യൻ ബലവാനായിരിക്കണം. ഇവിടെ സൂര്യൻ ഇതാ 9ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയാണ് കന്നിരാശിക്കാർക്ക്. അതിനു മുമ്പ്
ആരാണ് ഈ കന്നിരാശിക്കാർ എന്നറിയണ്ടേ? ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു കന്നിരാശി. ഇവിടെ കന്നിരാശിക്കാർക്ക് സൂര്യൻ 9-ൽ നിൽക്കുന്നു, നല്ല ഫലം. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത് സൂര്യൻ 12-ാം ഭാവാധിപനാണ് കന്നിരാശിക്കാർക്ക്. കന്നിരാശിക്കാർക്ക് ചിങ്ങം 12-ാം ഭാവാധിപത്യമുള്ള ഗ്രഹമാണ്. ആ ഗ്രഹം 9-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ 9 ആരുടെ സ്ഥാനമാണ്? ഭാഗ്യസ്ഥാനമാണ്, ധർമ്മസ്ഥാനമാണ്, പിതൃസ്ഥാനമാണ്. അതിനാൽ 9-ൽ സൂര്യൻ നിൽക്കുമ്പോൾ അത് അച്ഛന് ദോഷമാണ്. 9-ാം ഭാവത്തിൽ പിതൃകാരകനായ സൂര്യൻ നിൽക്കുമ്പോൾ പിതാവിന് ദോഷമുണ്ടാക്കും. അതിനാൽ കന്നിരാശിക്കാർക്ക് ഈ ഒരു മാസം തൻ്റെ പിതാവിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ ശാരീരികമായി വരുന്ന മാസമാകുന്നു. അപ്രകാരം തന്നെ 9-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ 3-ാം ഭാവത്തിലേക്ക് നോക്കുന്നു. സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. തനിക്ക് സഹോദരങ്ങളെ കൊണ്ട് താപമുണ്ടാകുന്നു, ദുഃഖമുണ്ടാകുന്നു, അല്ലെങ്കിൽ താൻ കാരണം സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നൊരു ഫലം കൂടെ ഇതിലുണ്ട്. ചമത്കാര ചിന്താമണിയിൽ 9-ൽ സൂര്യൻ നിൽക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഫലം ഇപ്രകാരമാകുന്നു: ദിവാനായകെ ദുഷ്ടത കോണയാതെ ന ചാപ്നോതി ചിന്താ വിരാമോസ്യ ചേതഃ. കോണയാതെ, കോണിൽ 9-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ, ദിവാനായകെ പകലിൻ്റെ നായകൻ നിൽക്കുമ്പോൾ ദുഷ്ടത, അയാൾക്ക് ക്രൂര സ്വഭാവങ്ങൾ അയാൾ പ്രകടിപ്പിക്കും, ക്രൗര്യം പ്രകടിപ്പിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ വിഷയങ്ങളൊക്കെ തന്നെ. ന ചാപ്നോതി ചിന്താവിരാമ അസ്യ ചേതഃ. ഇയാൾ എപ്പോഴും ചിന്ത അവസാനിക്കുന്നില്ല. ഇയാളുടെ മനസ്സിൽ അങ്ങേയറ്റം വേർത്തുകൊണ്ടിരിക്കും, ചിന്തിച്ച് 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 വേർത്തുകൊണ്ടിരിക്കും. അങ്ങേയറ്റം ഉത്സാഹമായിരിക്കും ഇദ്ദേഹത്തിന്. തപശ്ചര്യയ അനിച്ഛയാഭിപ്രയാതി. തനിക്ക് ഇഷ്ടമില്ലാതെ തപസ് ചെയ്യും. 9-ാം ഭാവം തപസ്ഥാനമാണ്, ധർമ്മസ്ഥാനമാണ്. അവിടെ ധാർമ്മികത, തപസ്, ഇതൊക്കെ 9-ൽ സൂര്യൻ വരുമ്പോൾ അതിന് വേണ്ടത്ര അദ്ദേഹത്തിന് താല്പര്യമില്ലാതെ തന്നെ അദ്ദേഹത്തെ മറ്റുള്ളവർ പരപ്രേരണയാൽ അദ്ദേഹം ധ്യാനത്തിന് പോവുക, പ്രാർത്ഥനയ്ക്ക് പോവുക, അദ്ദേഹം തീർത്ഥാടനത്തിന് പോവുക, പിൽഗ്രിമാവുക, ഇങ്ങനെയുള്ള ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടായി സ്വസ്ഥതയില്ലാതെ പ്രാർത്ഥിക്കാനും തീർത്ഥാടനത്തിനും പോകേണ്ടുന്ന അവസ്ഥ വരും. അതിന് ദയവ് ചെയ്ത് കന്നിരാശിക്കാർ ഈ 9-ൽ സൂര്യൻ നിൽക്കുമ്പോൾ അതിന് ഇടപെടുന്നത് അത്ര ഗുണകരമല്ല. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പോവുക. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, 9-ൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ സൂര്യൻ നിൽക്കുന്ന ഈ മാസം കൊട്ടിയൂർ ഉത്സവം ഈ മാസമാണ് നടക്കുന്നത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. അതിനാൽ നിർബന്ധമായും അതിൻ്റെ ഒരു ഭാഗഭാക്കാവുന്നത് വളരെ നല്ലതാണ്. കൊട്ടിയൂർ ഉത്സവം അല്ലേ, ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ആ കൊട്ടിയൂർ അമ്പലത്തിലേക്കുള്ള പ്രയാണം, അക്കരെ കൊട്ടിയൂരിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പോകണം. അവിടെ ശിവനെ ദർശിക്കണം. ശിവന് പ്രിയപ്പെട്ട ഓടപ്പൂവൊക്കെ വാങ്ങി വീട്ടിൻ്റെ പുറത്ത് സ്ഥാപിക്കണം. ആരും ഓടപ്പൂ പൂജാ റൂമിൽ അകത്ത് വെക്കാറില്ല. വീട്ടിൻ്റെ പുറത്താണ് ഓടപ്പൂവിൻ്റെ സ്ഥാനം. പഴയ ഓടപ്പൂ നിങ്ങൾ പോയി വരികയാണെങ്കിൽ അത് ജലോത്സർജനം നടത്തുക, വെള്ളത്തിൽ ഉപേക്ഷിക്കണം. ശിവനുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ അങ്ങേയറ്റം ഒരു വ്രതമെടുത്ത് ചിട്ടയോടുകൂടി ധർമ്മദൈവങ്ങളെ പോലെ ശിവനെ പരിചരിക്കുന്ന വടക്കൻ മലബാറിലെ ധാരാളം തറവാടുകളുണ്ട്. ഇളനീർ കാവടിയെടുത്ത് അവർ നടന്നു പോകുന്നു. 100-150 കിലോമീറ്ററുകൾ താണ്ടി കൊട്ടിയൂരപ്പൻ്റെ സന്നിധിയിലെത്തുന്നു. ഒരു വലിയ ആവേശമാണത്, ഒരു വലിയ അനുഭവമാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കൊട്ടിയൂരിൽ പോകണം. ക്രിയാതുങ്കതാം, തനിക്ക് ജോലിയിൽ അങ്ങേയറ്റം ഉത്സാഹം വരുന്നു, ഉയർച്ച വരുന്നു. അതിനാൽ ജോലി സംബന്ധമായ വിഷയത്തിൽ തനിക്ക് വളരെയധികം ഗുണങ്ങൾ വരും. പക്ഷെ അവിടെയും ശ്രദ്ധിക്കണം, മേലധികാരികളായ കന്നിരാശിക്കാർ തങ്ങളുടെ ആ സ്വഭാവം ഇംപ്ലിമെൻ്റ് ചെയ്യും. തൻ്റെ പൗരുഷത്തെ മറ്റുള്ളവരിലേക്ക് ആജ്ഞാപിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ശ്രമിക്കും 9-ൽ സൂര്യൻ വരുമ്പോൾ. പ്രത്യേകിച്ച് തൻ്റെ സഹജീവനക്കാർ അല്ലെങ്കിൽ തൻ്റെ താഴെയുള്ള കീഴ്ജീവനക്കാർ സ്ത്രീകളാണെങ്കിൽ അവർ ഇദ്ദേഹത്തെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടും. വനിതാദ്വിട്ട്, സ്ത്രീകളെ ദ്വേഷിക്കുക എന്നൊരു ബുദ്ധിമുട്ടുണ്ട്. സ്ത്രീകൾ ദ്വേഷിക്കും ഇദ്ദേഹത്തിന്, അല്ലെങ്കിൽ ഇദ്ദേഹം കാരണം സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുകൾ വരും. അതിനാൽ സ്ത്രീകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാതെ നോക്കുക. അത് വളരെയധികം ബുദ്ധിമുട്ടുകൾ വരുത്തും ഈ ഒരു മാസക്കാലം. അതിനാൽ തൻ്റെ പൗരുഷം ശാന്തമായി അന്യരിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുക. അവിടെ തൻ്റെ ആജ്ഞ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഗുണകരമായിരിക്കില്ല. തപ്യതേ സോദരേണ, സഹോദരനാൽ ബുദ്ധിമുട്ട് വരും, അല്ലെങ്കിൽ സഹോദരൻ കാരണം തനിക്ക് ബുദ്ധിമുട്ട് വരും. ഞാൻ പറഞ്ഞു, അച്ഛനും സഹോദരനും ബുദ്ധിമുട്ട് വരാതെ നോക്കുക. പ്രായമുള്ള അച്ഛനാണെങ്കിൽ കന്നിരാശിക്കാർ പിതാവിൻ്റെ പേരിൽ ഈ മാസം അവരുടെ നക്ഷത്രത്തിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ കഴിക്കുന്നത് വളരെയധികം ഗുണകരമായിരിക്കും. തനിക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം തീർത്ഥാടനത്തിന് പോവുക. 9-ാം ഭാവത്തിൽ പാപഗ്രഹം വരുമ്പോൾ
അച്ഛന് ദോഷം വരും, ധാർമ്മികത നശിക്കും, തപസ് നശിക്കും എന്നൊരു ഫലമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ മനഃശാന്തിയോടുകൂടി ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, ശിവക്ഷേത്രത്തിൽ കൂളമാല ജലധാര വഴിപാടായി സമർപ്പിക്കുക, ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക. എല്ലാ കന്നിരാശിക്കാർക്കും ശോഭനമായ നല്ലൊരു മാസത്തെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.